വാസിക്കാക്കത് കാണണം, നിങ്ങളിത് കണ്ണിറച്ച് കാണണം. കാരണം വ്യത്യാസമാണ് ഏറ്റവും കൂടുതൽ വായി നോക്കിയില്ല. കാരണം ഞാനും ഇവിടെ ഒരു സ്കൂളിലാണ് 10 വരെ പഠിച്ചത്. അപ്പൊ എനിക്ക് നല്ലോണം അറിയാം ആരെയാണ് കൂടുതൽ വായി നോക്കി. ഒന്നും പറയാനില്ല, ഈ അങ്ക് കാരണം പലതരം അടി ഇട്ടിരിക്കണം. എല്ലാ കച്ചറ ഉണ്ടാക്കി ലാസ്റ്റ് അടി മൊത്തം ഞാനിങ്ങനെ ഒഴിഞ്ഞിടും, കിട്ടുന്നതൊക്കെ വെക്കായിരിക്കും. ഞാൻ വേറെ ക്വസ്റ്റ്യൻ, കുളിക്കാത്തത് ആരാന്ന് വെച്ചാൽ ജുബിന്ന് ഞാൻ പറയും. കുളിക്കലെന്നെ. ഹലോ, അസ്സലാമലൈക്കും. അവർ ചാനൽ. അതായത് എന്നെ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ ജൂബി വീട്ടിലോട്ട് വന്നപ്പോൾ സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, എന്നാലും വേണ്ടില്ല, പ്രശ്നമില്ല. ഓക്കെ, ഞാൻ എന്നാലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചോളാം ഗൈസ്. അപ്പോ നമ്മള് കൊറേ നാളായി, അതായത് ഞങ്ങൾ 3 പേരും കൂടിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്, അതല്ല ചാലഞ്ച് വീഡിയോ ചെയ്തിട്ട്, അതെ, അല്ലാണ്ട് വ്ളോഗും കാര്യങ്ങളും നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തില്ല. അപ്പൊ അത് പോസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പൊ ഏതാ ഞങ്ങൾ ആദ്യം പോസ്റ്റ് ആക്കാന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് ഫസ്റ്റിൽ എങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് കൊറേ കാലത്തിന് ശേഷം ഒരു 1 year ആവാനായി. അതല്ലടോ ഞാനും പറഞ്ഞു, എന്താ റെപ്യൂട്ടേഷൻ ആവാനായി നമ്മളൊരു ചാലഞ്ച് വീഡിയോ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നത് അതായത് ഞാനില്ല ഗൈസ്. അതായത് ഈ 2 പെണ്ണുങ്ങളുടെ ഇടയിൽ വരെ എന്നെ കൂട്ടിട്ട് ആ ഒരു എടുങ്ങാറാണ്, അല്ലെ തന്നെ നിങ്ങളെ സഹിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇന്നെ വരെ ക്യാമറമാൻ ആക്കി. ഓക്കെ, അപ്പൊ നിന്റെ ചലഞ്ച് വീഡിയോയുടെ പേര് പറഞ്ഞു ജൂത്താദാണ് ഈ വീഡിയോ പറഞ്ഞത്. അപ്പൊ പേരും ജൂത്താദ് തന്നെ കണ്ടുപിടിക്കും. നീന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ. ഞാൻ അതായത് ബാസിക്കാക്കും ഞാൻ അതെ, ഞങ്ങള് 2 പേരും ഇതിന്റെ മുന്നേ അത് ചെയ്തിട്ടുണ്ട്. അതെ, അതായത് ഇതിന്റെ പേര് ഞങ്ങൾ പുതിയതായിട്ട് ഇടുകയാണ്. അതായത് സിസ്റ്റേഴ്സ് ബോണ്ട് ചലഞ്ച്. സിസ്റ്റേഴ്സ് ബോണ്ട് ചലഞ്ച്. അപ്പൊ പുതിയ പേര് ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. അപ്പൊ ഇതാണ് സിസ്റ്റേഴ്സ് ബോണ്ട് ചലഞ്ച് ആണ്. അതപ്പോ കുറച്ച് ക്വസ്റ്റ്യൻ ആഷിക്കാർക്ക് ചോദിക്കും, അതിൽ ഞാനാണ് ജൂത്താദാണ്. അതെ, അതായത് ക്വസ്റ്റ്യൻ മീൻസ് ജനറൽ നോളജ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നല്ല, അതിന് മാത്രമുള്ള വിവരമൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് സാധാ ക്വസ്റ്റ്യൻസ്, അതായത് ഫണ്ണി ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഭാഗത്തേക്ക് പിടിച്ചോട്ടെ, കൈക്കാവതില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ബാക്കി പറഞ്ഞോ. അപ്പൊ അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞോ. അങ്ങനെ റൂൾസും കാര്യങ്ങളൊന്നുമില്ല. അവര് കാർഷിക ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മൾ ആൻസർ പറയും. അത് ആൻസർ ആയി ജൂത്താത്തന്റെ ഞാൻ പറയും. അതായത് 2 പ്ലക്കാർഡ് ഉണ്ട്, 2 ആൾക്കും ഓരോ പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട്. ആരാണോ കറക്റ്റ് ആള് അപ്പൊ നമ്മളങ്ങനെ കാണിക്കും. ചിലപ്പോ അടി ആയിരിക്കും പൊട്ടാന്ന് പറയാൻ പറ്റില്ല, കച്ചറ ഉണ്ടാവും പറയാൻ പറ്റില്ല. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിലോട്ട് പോകാം, വരും. അപ്പൊ ഗയ്സ്, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടാനൊന്നുമില്ല. അതായത് നിങ്ങൾ 2 പേരില് ഉറങ്ങുമ്പോഴേ കൂർക്കം വലിക്കുന്നത് ആരാണ്? സത്യം മാത്രം പറഞ്ഞാൽ മതി. കൂർക്കായിട്ടൊന്നുമില്ല. ചില സമയത്ത് അങ്ങനെ പല്ല് കടിക്കലുണ്ട്. മൂളിയാ വരെ അത് കൂർക്കം നാണിക്കുക. ഞാൻ പല്ല് കടിക്കലുണ്ട്. ഒരുമാതിരി വൃത്തിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി പൈച്ചി ഓളെ കൂടെ പണ്ടൊക്കെ ഞാൻ കിടന്നുറങ്ങുമ്പോ എണീച്ച് പോടിയായിരുന്നു അറിയില്ലായിരുന്നു. ഞാനാണ് ചോദിച്ചത്, ഞാൻ പല്ല് കടിക്കും. അവർക്ക് ചിലപ്പോ കരിയലൊക്കെ ഉണ്ട്. ഞാൻ തന്നെയാണ്. ഇവളാണ് ഉറക്കത്തിൽ പ്രാതം കരിയണ കാര്യം. ഞാൻ എണീച്ച് മണ്ടലാണ്. കാരണം സത്യം പേടിച്ചു അമ്മാരി ഓരോ സൗണ്ട് ഉണ്ടാക്കുമ്പോള്. അപ്പൊ അത് ഞാൻ സമ്മതിച്ചിരിക്കുന്ന അച്ഛൻ്റെ അനുഭവം ഇല്ലേ. അവര് നെക്സ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ജൂത്താതെനിക്ക് പറയാൻ ആരാണ് നേരത്തെ എണീക്കുന്നത്? അല്ല, ആദ്യം ഞാൻ തന്നെ എണീക്കല്. അല്ല, ജൂത്താതിനെക്കാട്ടും നേരത്തെ എണീക്കുന്നത് ഞാൻ. എന്തിന്? ഫോണ് കളിക്കാനോ? അതൊന്നല്ല, ആദ്യം ഞാൻ എണീച്ച് ആദ്യം കിച്ചണിൽ പോയിട്ട് എന്താ തിന്നാനുള്ളത് തിന്ന് കുത്തിരിക്കും, പിന്നെ കിടന്നുറങ്ങും. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ആദ്യം പോലെ എണീച്ച് ഞാൻ താഴത്ത് പോലും ഞാൻ നേരെ എന്റെ ഫോണ് നോക്കും. അപ്പൊ ഫസ്റ്റ് എണീക്കുന്നത് ഞാനാണ് കഴിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ജൂത്താത്തി പറഞ്ഞ ഞാൻ തന്നെയാണ് സമ്മതിച്ചത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതായിട്ടാണ്? ഞങ്ങള് തല്ലുണ്ടാക്കലാണ്. ഇങ്ങനെ എങ്ങോട്ടേക്കൊക്കെ ഈ പോയി?
ഞാനൊരു ആ കോട്ടക്കുന്നിലേക്കല്ലേ ഈ പോയത്? അങ്ങനല്ലോടാ, ഫുൾ ടൈം പുറത്ത് പോകാനാണ് ഇഷ്ടം. എനിക്ക് ഫുൾ ടൈം പുറത്ത്, പക്ഷെ ആശിക്കാക്ക കൊണ്ടുപോകില്ല ഗൈസ്. അതിനെ കൊണ്ട് ഞാൻ വീട്ടില് ഇങ്ങനെ കുത്തിന് സംതൃപ്തി അടിയാണ്. താജ്മഹൽ കാണിച്ചു തന്നിട്ടില്ലേ? ഫോണിലോ? ഡിസംബറിൽ നമ്മൾ മണാലി പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ കൊണ്ടുപോയി അപ്പൊ ഞാൻ വിശ്വസിക്കാം, അല്ലാണ്ട് ഞാൻ വിശ്വസിക്കൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളി. ഇവിടെ ക്വസ്റ്റ്യന് ഞാനിവിടെ ഒരു ഞങ്ങള് അതായത് ഒരു പോട്ട തൊഴിലാളി ഇവിടെ ഓരോരുത്തർ കൊടുത്തതാണ്. പക്ഷെ പോട്ട തൊഴിലാളി ഇവിടെ അത് സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. അതായത് രണ്ടുപേരില് ആരാണ് വീട്ടിലെ ജോലികൾ എടുക്കല്? ആരെടുക്കല്? ജൂബി സത്യം പറഞ്ഞു. അല്ല ജീവിതത്തിൽ ഞാനും എടുക്കും, പക്ഷെ പണ്ടേ ഞാനാണ് ഏറ്റവും കൂടുതൽ എടുക്കുക. ഞാൻ എന്റെ മാത്രം ചെയ്യലുള്ളൂ, ഉള്ളത് മാത്രം. ഓടിയാ 100 വട്ടം പറയണത് എടുക്കുക, അതെടുക്കുക, അടുക്കുന്നത്. അപ്പൊ പക്ഷെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാൾ സമ്മതിച്ചിരിക്കുന്നത് ഞാൻ തന്നെ. വീട്ടിൽ വന്നാലും ജോലി എടുക്കില്ല. ആ ജോലി എടുക്കാത്തോണ്ടാണ് ഓള് ഇവിടെ വന്ന് കുത്തിരിക്കുന്നത് മടിച്ചായിട്ട്. കണ്ടോ? അങ്ങനെ ഒന്നല്ല. എന്നെ കുറ്റം പറയാനുള്ളത് ഒന്ന് രണ്ടാൾ വായാക്കരുത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ചോദിക്കും. നീ നന്നായി കുക്ക് ചെയ്യുന്നത് ആരാണ്? കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതല്ല, കുക്ക് ചെയ്യുന്നത്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. ഏകദേശം രണ്ടാളും ഒരേപോലെയാണ് ഞങ്ങള്. ഇവള് വേറെ വെറൈറ്റി ആണ്, ഞാൻ വേറെ ഒരു കേക്ക്, ഐസ്ക്രീം, പുഡിങ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും. ഞാൻ മറ്റേ ചിക്കന്, മറ്റേ ചോറ്, കഞ്ഞി, ചക്കക്കുരു, പൂള, പിന്നെ സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എത്തിയപ്പോഴാണല്ലോ ചക്കയും ചക്കക്കുരും ഒക്കെ തുടങ്ങിയത്. നമ്മളെ വീട്ടിൽ നിന്ന് ഏറ്റവും ഉമ്മ കൊടുക്കുള്ളൂ. രാവിലെ ഒരു അല്ല ആദ്യം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയാല് വേറെ എന്തൊക്കെ ഉണ്ടാക്കിയ പായസം ഞാനൊക്കെ ഉണ്ടാക്കും. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരും ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. അടുത്തത് സത്യം പറയണ, നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും നന്നായി വായി നോക്കുന്നത് ആര്? അത് ഞാൻ ഒരു മടിയില്ലാണ്ട് പറയോ. വാസിക്കാക്കത് കാണണം, നിങ്ങളിത് കണ്ണിറച്ച് കാണണം. കാരണം പറ്റാത്താണ് ഏറ്റവും കൂടുതൽ വായി നോക്കിയില്ല. കാരണം ഞാനും ഇവിടെ ഒരു സ്കൂളിലാണ് 10 വരെ പഠിച്ചത്. അപ്പൊ എനിക്ക് നല്ലോണം അറിയാം ആരാണ് കൂടുതൽ വായി നോക്കുന്നത്. ജുബിന് അനിയത്തില്ലേ ഓരോ കത്ത് എനിക്കാണ് കൊണ്ടുപോയത്. എടുത്തത് നിർത്താതെ കൊടുക്കണം. ചോക്ലേറ്റ് ഒക്കെ എനിക്ക് കിട്ടില്ല, കൊറേ ചോക്ലേറ്റ് കിട്ടലുണ്ട്. കാരണം ജൂത്താത്ത അന്നൊരു അളിഞ്ഞ ലുക്കാണെങ്കിലും അന്നൊന്നും മേക്കപ്പ് ഒന്നും ഇടൂല കേട്ടോ. പക്ഷെ ഒരു അളിഞ്ഞ ലുക്കായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതേ ഇതേപോലെ തന്നെ കേട്ടോ. ജൂത്താന്റെ പഴയ ലുക്കുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ഭംഗിയാ കാണാന്. പഴയ ഫോട്ടോസ് ഒക്കെ നമ്മളെ ഇൻസ്റ്റയില് ഞാനൊരു വീഡിയോ ഇട്ടു. പോയി കാണാതിട്ടാലും ഏറ്റവും കൂടുതൽ വായി നോക്കുന്നത് നമ്മുടെ ജ്യോതാദ തന്നെയാണ്. അല്ലല്ല ഏടാന്ന് എന്തേന്ന് വെച്ചാൽ ഞാൻ പോടാന്ന് പറയാം, അങ്ങനെ ഉള്ളു. ഇല്ല ജ്യോതാദ കൊറേ കത്ത് ബാഗിൽ കത്ത് വരെ മോഷ്ടിച്ചിട്ട് ഞാൻ വാങ്ങി ഇങ്ങനെ വലിയൊരു സ്റ്റോറി ഉണ്ട്. പണ്ട് അതായത് ഒരു 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കും. ഞാൻ 5ാം ക്ലാസ്സിലെട്ടാൻ തോന്നുന്നു. ഇവളുണ്ട് ബാഗിൽ കത്തുമായിട്ട് വന്നേക്കുക. അങ്ങനെ ബാഗ് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എന്റെ മാമന്റെ മൂത്ത മാമൻ. അങ്ങനെ മാമൻ ബാഗ് ചെക്ക് ചെയ്ത് ഒരു കത്ത് കിട്ടി. അപ്പൊ മാമൻ വേഗം ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഒരു ലവ് ലെറ്റർ ആയിട്ട് കേസ്. അന്ന് ലവ് ലെറ്റർ എന്താന്ന് കൂടി നമുക്ക് അറിയില്ല കേട്ടോ. അന്നത് കത്ത് മാറിപ്പോയതാണ്. ഈ പോത്തിന് കൊടുത്ത കത്തൊന്നുമില്ല, വേറെ ഏതോ കുട്ടിക്ക് കൊടുത്ത കത്ത് ഇവളും എടുത്തിട്ട് ബാഗിലിട്ട് വന്നു. അന്ന് കത്ത് ഏതാണ് എനിക്കറിയോ, അതിന്റെ പ്രായമല്ലേ. അന്നപ്പോ ഇവളെന്താക്കി ആ കത്തൊക്കെ എടുത്ത് ഇവൾക്ക് അട്ടിയൊക്കെ കിട്ടി. എനിക്ക് സമാധാനമായി. ഇന്നലെ ആ കത്തൊക്കെ ആയിട്ട് മാമൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, ആരാ കത്താണെന്നൊക്കെ. അപ്പൊ ഇവൾക്കുള്ള ലവ് ലെറ്റർ അല്ലാതെ കൊണ്ട് കൂടുതൽ പക്ഷെ വാങ്ങി കൊണ്ടുവന്നതിന് അട്ടി കിട്ടിയിട്ട്. അമ്മായി നമ്മൾ ഇതിലില്ല, നമ്മൾ കേട്ടാ മതി. ഓ ലവ് സ്റ്റോറി പറയാൻ കുറെ ഇതിങ്ങനെ വായി നോക്കും പറയാൻ കുറെ കഥകൾ പറയാണ്ട്. അതിനെ കൂടെ അതൊക്കെ ഇവിടെ വിട്ടിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ചോദിച്ചോളി. കൂട്ടത്തിൽ നന്നായി കുരുത്തക്കേടുള്ളത് ആരൊക്കെ? ഒന്നും പറയാനില്ല. ഈ അങ്ക് കാരണം എനിക്ക് പലതരം അടി കിട്ടിക്കണം. എല്ലാ കച്ചറ ഉണ്ടാക്കി ലാസ്റ്റ് അടി മൊത്തം ഞാനിങ്ങനെ നൊയിഞ്ഞിടും, കിട്ടുന്നതൊക്കെ വെക്കായിരിക്കും. ഞാൻ അങ്ങോട്ട് ഓടിക്കാം. അതിന്റെ വേറൊരു വേഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് അതിന്റെ ഇതിന്റെ ഇളയത് ഫുള്ള് കച്ചറ ഉണ്ടാക്കും ഒക്കെ കിട്ടലിതാണ്. ഇന്നലെ 2 അടി ഇട്ടിട്ടോ ചൂലോണ്ട്. അപ്പൊ ഏറ്റവും കുറ്റക്കേടുള്ളത് എനിക്കാട്ടോ ഗൈസ്. റെക്കോർഡാണ് ഇപ്പൊ പറഞ്ഞു. റെക്കോർഡ് കാണാൻ പോയാൽ ആകെ ഒന്നേ ആയിട്ടുള്ളൂ. ഞാൻ റെക്കോർഡിലാണ്. ഇനി കൂടുതൽ മേക്കപ്പ് ഇടുന്നത് അതാണ്. മേക്കപ്പ് ഇടുന്നത് ഇപ്പോഴാണ് കുറഞ്ഞു പോയത്.
ഓരോരുത്തർ എന്തൊക്കെ സാധനങ്ങൾ എന്റെ അടുത്തുള്ള സാധനങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ. ജുബീന്റെ ഒരു പണിയായുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നെയിൽ പോളിഷ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫൗണ്ടേഷൻ. നിങ്ങൾ തന്നെ കണ്ടോളൂ, ലിപ്സ്റ്റിക് നിങ്ങൾ കണ്ടത് എന്റെ അടുത്ത് ആകെയുള്ള ഒരു മാമ്പഴത്തിൽ ഇപ്പം വാങ്ങിയ ലിപ്സ്റ്റിക് ആണ്. നിങ്ങളുള്ള കണ്ടാൽ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ മേക്കപ്പ് പ്രൊഡക്റ്റ് ഉള്ളതും മേക്കപ്പ് ചെയ്യുന്നതും ജൂതാതാണ്. ഇപ്പൊ കുറച്ചൊക്കെ കേട്ടോ. മറ്റേ നാച്ചുറൽ ബ്യൂട്ടി എന്നൊന്നും പറയാറില്ല. ഈ തൊപ്പിക്ക് ഞാൻ തലമുറ ഞാൻ പൊട്ടിക്കുന്നു. ഞാൻ വീട്ടില് ഹോം ഡെലിവറി ചെയ്ത് ചെയ്യാണെന്ന്. ഹോം റെമഡി എന്നാണ് ഉദ്ദേശിച്ചത്. ഹോം ഡെലിവറി കുട്ടി വരെ നടക്കുന്നു. അതല്ല എന്തോന്ന് പറയണെന്ന് ചോദിച്ചത് മറന്നുപോയി. അല്ല മറ്റേ ഇപ്പൊ എന്ത് ക്രീം അപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന മറ്റേ വൈറ്റ് ടോൺ. അതാണ് ഇത്ര വൈറ്റ് ആയിട്ട് കുത്തിരിക്കുന്നത് ഗൈസ്. വൈറ്റ് ടോൺ യൂസ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു മാസം ഒരു സാലറി തരുന്നുണ്ട്. അന്നപ്പോ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് SSLC മാർക്കിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാർക്ക്? ഒരു A+ കൂടുതലാണ്. ഒറ്റ A+ മാത്രമുള്ള അല്ല കൂട്ടത്തിൽ ഒരു A+ ഓൾക്ക് കൂടിപ്പോയി. ഞാൻ ഇപ്പൊ എന്താക്കാനാ ടോട്ടൽ ഒരു A+ ടോട്ടൽ ഒരു A+ ഉള്ളൂ. കൂട്ടത്തിൽ ഒന്നും കൂടി. ഓക്കെ എല്ലാം മനസ്സിലാകുന്നുണ്ട്. മനസ്സ് മുന്നിട്ട് നിൽക്കുകയാണ്. വോട്ട് വേഗം ചെയ്തോളിട്ടോ നിങ്ങള്. അപ്പൊ അടുത്തത് കൂട്ടത്തിൽ ക്ഷമ ഉള്ളതായിരിക്കാണ്? ഈ ഹംകിനകത്ത് ക്ഷമ ഉള്ളത് കൊണ്ടാണ്. ജൂത്താക്ക് ക്ഷമ ഇല്ല. ഏതിലും കമന്റ് വായിക്കുമ്പോ കമന്റ് വായിക്കുമ്പോ അതായത് ജുബീന്റെ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. എടാ വിളിച്ചോ ഇന്നെ എടാ വിളിച്ചോ. പണ്ടത്തെ ടിക്ടോക്ക് ലൈവ് ഒന്ന് കണ്ടവർക്ക് മനസ്സിലാവും. ഇനി അടുത്തത് അതായത് ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? അതായത് ഡ്രസ്, മേക്കപ്പ്, അല്ലാതെ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട്. ഇപ്പോഴാണ് ജൂത്താത്ത കുറച്ചെങ്കിലും പിഷ്കറ്റായത്. അതായത് കല്യാണത്തിന് മുന്നേ ജൂത്താത്തന്റെ കൈമ 5 പൈസ ഇവിടെ വരുന്ന പൈസ എവിടെ പോയിന്ന് അറിയില്ല. കാരണം ഉമ്മന്റെ കൈ ഓട്ടക്കൈയാണ്. ഓട്ടനുള്ളൂ സ്പെൻഡ് ചെയ്യും. കാരണം ഫുള്ള് കറക്കാണ് ജൂത്താത്ത ഉണ്ടാവില്ല. ഇപ്പൊ ക്യാഷ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗൂഗിൾ പേ വരെ ഇല്ല. ഞാൻ പിന്നെ പൈസ കൈമ പിടിച്ച് നടക്കലില്ല. എന്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന എന്റെ ആശിക്കാക്കാണ്. ഞങ്ങള് ഫുൾ ചെലവാക്കല് ഫുഡ് അടിക്കാൻ വേണ്ടിയാണ്. ഞാൻ അത് വരെ ചെയ്യില്ല. ആശിക്കാക്ക് അതിനെക്കാട്ടി വരെ പിടിച്ചിട്ടാണ് കഴിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് നിർത്തിക്കുന്നില്ല ജൂത്താത്ത. അപ്പൊ ജൂത്താത്ത തന്നെയാണ് ഇപ്പൊ കൊറേ അത് വരുന്നില്ലേ. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഡ്രൈവിംഗ് അറിയുന്നത് ആർക്കാണ്? ഡ്രൈവിംഗ് അതിലൊരിതുണ്ട്. ഫുള്ളായിട്ട് ചൂത്താത്താന്ന് പറയാൻ പറ്റൂല. കാരണം എനിക്ക് ഡ്രൈവിംഗ് കുറച്ചറിയാം. ഞാൻ സ്കൂട്ടർ ഓടിച്ചു ലൈസൻസ് ഉണ്ടോന്നല്ല, ഡ്രൈവിംഗ് ഉണ്ടോന്നാണ്. ഡ്രൈവിംഗ് അറിയാം. ലൈസൻസ് എടുക്കാൻ വേണം ഒരു യോഗോ. എങ്ങനെ എന്തോ എട്ടിടണ്ടേ? അതായത് വരക്കണ്ടേ? ആന വീണ് മോയില് ചെത്തു എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്താ പറയുക, ഇൻസ്പെക്ടർ ഇല്ലേ, ഡ്രൈവിംഗ് ഇൻസ്പെക്ടർ എന്താ അയാളോട് പറഞ്ഞതൊന്ന് ഇട്ടെന്നാളിയോ. ലൈസൻസ് മാത്രമേ ഡ്രൈവിംഗ് അറിയില്ല ഗൈസ്. എനിക്കറിയാം, പേടിച്ചിട്ടാ. അത് സമ്മതിച്ചു. അതിന് നെക്സ്റ്റ് പറട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് കൂട്ടത്തില് ഭക്ഷണപ്രേമി ആരാണ്? അതായത് തീറ്റപ്രാന്ത്. അത് രണ്ടാളുണ്ട്. എനിക്കറിയാം സത്യാർക്കാണ്. എനിക്കുണ്ട് ജൂത്താത് ഇപ്പോഴാണ് കൂടുതൽ. എന്നാലും ആദ്യം ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് നല്ലോണ്ടല്ലോ ഒരു കോഴി കഷ്ണമൊക്കെ കണ്ട അയിമ കിടന്ന് കന്ന് വീഴല്. ഞാൻ എനിക്ക് എന്തൊക്കെയോ തിന്നാണെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഓരോ വ്ളോഗിൽ ഇടുമ്പോ ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടം. ചൈനീസ് അങ്ങനെ അല്ല, ചൈനീസ് അല്ല, ഇവിടെ തന്നെ ഓരോ വ്ളോഗ് കാണുമ്പോൾ എനിക്ക് തിന്നാൻ നല്ല ആഗ്രഹം. എനിക്ക് കുനാഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് റുദത്താത്ത ഉണ്ടാക്കി തരുന്ന ഈ വ്ളോഗ് കാണുന്ന റുദത്താന്ന് ആൾക്കാർ ചോദിക്കും ആരാണ്. അതായത് നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബർ ആണ് ആ റുദത്ത. അതെ, റുദത്ത എന്തായാലും കുനാഫ കൊണ്ടാക്കി തരുന്നത്. ഇതിലിപ്പോ ഇങ്ങനെ വെച്ചാൽ രണ്ടാൾക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഓക്കെ, ഇത് രണ്ടാൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. എന്നാലും വേണ്ടി ചോദിച്ചിട്ടൊക്കെ കൂട്ടത്തിൽ നീന്താൻ അറിയുന്നത് ആർക്ക്? നീന്തല് വെള്ളം കണ്ടാലും എനിക്ക് പേടിയാ. വെള്ളം കണ്ടാൽ കുളിക്കലല്ലേ. ഇതില് കുളിക്കാത്തത് ആരാന്നും കൂടി ചോദിക്കണേനു. രാജുത്താത്ത കുളിക്കലെന്നില്ല. വേറെ ക്വസ്റ്റ്യൻ, കുളിക്കാത്തത് ആരാന്ന് വെച്ചാൽ ജുബീന്ന് ഞാൻ പറയും. കുളിക്കലെന്നല്ലേ കൈസ്. ആ കുട്ടിക്ക് മണക്കിന്റെ ഐസ് വരെ പറയുന്നത്.
അത് വിഷയം മാറ്റല്ലേ. ഇത് പറയുന്നു നീന്തല് രണ്ടാൾക്ക് അറിയില്ല. കാരണം അനക്ക് ഓർമ്മ ഉണ്ടാ ബാസിക്ക കൊണ്ടിട്ട് പൂളിട്ടത് നമ്മളെ റിസോർട്ടിൽ പോയിനല്ലോ വയനാട്ടിൽ. ആ ജൂത്താത്തനെ എന്ത് കളിച്ചോണ്ട് ജൂത്താത്ത പൂളിലേക്ക് ഇറങ്ങണേ ഇല്ല. ഞാനാണ് ഒരു കമ്പിയും പിടിച്ചിട്ട് ഒരു സൈഡ് കുത്തിരിക്കുക. ഒരൊറ്റ ഇടല്ല ജൂത്താത്തനെ പൂളിലേക്ക്. അതെങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ എക്സ്പീരിയൻസ്? അന്ന് പേടിച്ച് ചത്തിട്ടില്ല. ആശികാക്കൊക്കെ ഒരു കോള് വരുന്നത് ഭയങ്കര ബിസിമാനാണ്. ആ കോള് കട്ടാക്കിക്കോ അല്ലെങ്കിൽ. അപ്പൊ പറയുകയാണെങ്കിൽ രണ്ടാൾക്കും നീന്തൽ അറിയില്ല ഗൈസ്. നീന്തൽ ഇതാ സ്വിമ്മിംഗ് പൂളിൽ വീണ കഥകൾ, പൂളിൽ വീണ കഥകൾ അറിഞ്ഞില്ലേ? അപ്പൊ ഇതായിരുന്നു. അപ്പൊ രണ്ടാൾക്ക് നീന്തലൊന്നും അറിയില്ല. ഇനി അഥവാ നീന്തൽ പഠിക്കാൻ നല്ല ആഗ്രഹം പഠിക്കാൻ ആഗ്രഹം പോവാലോടെ എല്ലാം തന്നെ നമ്മൾ സൗണ്ട് ഇല്ല. ഞങ്ങൾ നൈറ്റും കൂടി വെക്കാത്തതാണ് ഒരു ബുള്ളറ്റ്. അല്ല അപ്പൊ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നല്ലേ? ഇഷ്ടമായിട്ടുണ്ടാവും. ഉണ്ടാവും. ജൂതാത്തന്റെ കൊറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട് കേട്ടോ. അല്ല ഇനി കൊറേ നഗ്നമായ സത്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഇപ്പം പറയുന്നില്ല എന്നേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ നമ്മൾ ഇതിന് പറ്റിയ ചലഞ്ച് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് പറയുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ക്വസ്റ്റ്യൻ കുറെ ആശികാക്കൾ വീങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത്ര കൂടെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നാട്ടാരോട് അടിയിട്ടു. അന്നപ്പോ നമ്മൾ ഈ ചലഞ്ച് ഇവിടെ നിർത്തുകയാണ്. വീണ്ടും ഒരു നല്ല ചലഞ്ചായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നാളെ ഞങ്ങൾ വ്ളോഗിൽ നമ്മൾ കാണാം. അപ്പൊ ബൈ ബൈ.